الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവുമായ എല്ലാ സന്ദർഭങ്ങളിലും ഓർത്തുകൊണ്ട് അവ ആവുന്നത്ര ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പരിശ്രമിച്ചുകൊണ്ട് അള്ളാഹുവിന് പ്രിയപ്പെട്ട അവൻ്റെ ദാസന്മാരായി ജീവിച്ച് മരിക്കാൻ പരിശ്രമിക്കണമെന്ന് ആദ്യമായി ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹങ്ങൾ അതിരുമെതിരുമില്ലാതെ നമുക്ക് പെയ്തിറങ്ങുന്ന ഈ മാസത്തിലെ ആദ്യത്തെ 10 നാളത്തെ ദിവസത്തോടുകൂടി അവസാനിക്കുകയാണ്. അല്ലാഹുവിൻ്റെ ധാരാളം നിഅമത്തുകൾ നമ്മൾ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ട് കഴിയുന്നവരാണ്. ഇസ്ലാം എന്നത് അള്ളാഹുവിൻ്റെ ഒരു മഹത്തായ അനുഗ്രഹമാണ്. നിഅമത്തുൽ ഇസ്ലാം എന്ന പോലെ തന്നെ നിഅമത്തുൽ ഖുർആൻ നമുക്ക് ജീവിതത്തിന് മാർഗദർശനം നൽകുന്ന ഒരു ഗ്രന്ഥം അള്ളാഹു അവതരിപ്പിച്ചു എന്നതും അവൻ്റെ അനുഗ്രഹമാണ്. നിഅമത്തുൽ ഹിദായ, നമ്മളെല്ലാം സന്മാർഗത്തിലൂടെയാണ് ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതും അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹമാണ്. ഈ മാസത്തിൽ മാത്രം നമുക്ക് ലഭിക്കുന്ന നിഅമത്തു ലൈലത്തുൽ ഖദ്രി ഹിയ ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസങ്ങളേക്കാൾ ശ്രേഷ്ഠമായ ഒരു രാവിൻ്റെ സാന്നിധ്യം നൽകി അനുഗ്രഹിച്ച ആദരിച്ച ഒരു മാസം കൂടിയാണ് ഈ മാസം. മാത്രവുമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നിലേക്ക് അടുക്കുന്ന, തന്നോട് പാപമോചനത്തിനിരക്കുന്ന, തന്നിലേക്ക് അനുദപിച്ച് മടങ്ങുന്ന എല്ലാ ദാസന്മാർക്കും അവൻ്റെ കാരുണ്യത്തിൻ്റെ കവാടങ്ങൾ മലർക്ക് തുറന്നിട്ട് കൊടുക്കുന്നൊരു മാസം കൂടിയാണിത്. മനുഷ്യരായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തെറ്റുകൾ പറ്റിപ്പോകുന്ന പ്രകൃതിയിലാണ് നമ്മെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ളത്. എന്നാൽ തെറ്റുകൾ തീരെ ജീവിതത്തിൽ പറ്റാത്ത പ്രകൃതക്കാരാണ് മലക്കുകളായ അള്ളാഹുവിൻ്റെ ഉത്തമ സൃഷ്ടികൾ. ലാ യഅ്സൂന അല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്കൊരിക്കലും എതിര് പ്രവർത്തിക്കാനുള്ള പ്രകൃതിയല്ല അവർക്കുള്ളത്. അള്ളാഹു എന്താണോ അവരോട് കൽപ്പിച്ചത് അതൊക്കെ അവർ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുമെന്നാണ്. അള്ളാഹുവിന് നമ്മളെയും വേണമെങ്കിൽ അങ്ങനെ സൃഷ്ടിക്കാമായിരുന്നു. പക്ഷേ മനുഷ്യരുടെ പ്രകൃതി മറ്റൊരു രീതിയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുള്ളത്. തെറ്റ് ചെയ്യാനും തെറ്റ് ചെയ്യാതിരിക്കുവാനുമുള്ള മനസ്സും പ്രകൃതിയും
മനുഷ്യൻ്റേതായി അള്ളാഹു നൽകിയിട്ടുണ്ട്. ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ഷാക്കിറൻ വ ഇമ്മാ കഫൂറ. അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം, ഇഖ്തിയാർ നൽകപ്പെട്ട ഒരു വിഭാഗമാണ് നമ്മൾ. തെറ്റും ശരിയും കാണിച്ചു കൊടുക്കുന്നു. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാമെന്നുള്ള സ്വാതന്ത്ര്യവും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നു. അതാണ് എല്ലാ അനുഗ്രഹവും നമുക്ക് അല്ലാഹു നൽകി. കാണാനുള്ള 2 കണ്ണുകൾ നൽകി, കേൾക്കാനുള്ള 2 കാതുകൾ നൽകി, ചിന്തിക്കാനുള്ള ഹൃദയങ്ങൾ നൽകി, കാര്യങ്ങൾ വിവേചിച്ചറിയാനുള്ള ബുദ്ധിയും വിവേകവും ദിഷണയും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി. അലം നജ്അൽ ലഹു ഐനൈൻ വലിസാനൻ വശഫതൈൻ. 2 കണ്ണ് നൽകിയില്ലേ? ആശയവിനിമയം നടത്താൻ 2 ചുണ്ടുകളും നാവും നൽകിയില്ലേ? വഹദൈനാഹു നജ്ദൈൻ. അതേപോലെ തന്നെ ഏതാണ് തെറ്റ്, ഏതാണ് ശരി, ധർമ്മവും അധർമ്മവും, ഹക്കും ബാത്തിലും, ഹലാലും ഹറാമും ഏതാണെന്ന് കൃത്യമായി അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ആ വേദഗ്രന്ഥവും വേദപുസ്തകവും അവർക്ക് നാം നൽകിയില്ലേ എന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ചോദിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണെങ്കിലും മനുഷ്യ പ്രകൃതി തെറ്റുപറ്റാവുന്നതാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അറിയാം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, കുല്ലു ബനി ആദം ഖത്താഊൻ. എല്ലാ ആദമിൻ്റെ സന്തതികളും ആദം അലൈഹി സ്വലാത്തു വസ്സലാം അനുസരണക്കേട് കാണിച്ചത് കൊണ്ടാണ് സ്വർഗലോകത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് പറഞ്ഞയക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി പറഞ്ഞു, കുല്ലു ബനി ആദം, ആദമിൻ്റെ മക്കളെല്ലാം ഖത്താഊൻ, ജീവിതത്തിൽ തെറ്റ് പറ്റിപ്പോകാൻ ഇടയുള്ളവരാണ്. വഖൈറുൽ ഖത്താഈൻ തവ്വാബൂന. എന്നാൽ തെറ്റുപറ്റുന്ന ആദമിൻ്റെ മക്കളിൽ ഏറ്റവും ശ്രേഷ്ഠരാരാണെന്നോ, പറ്റിപ്പോയ തെറ്റിൽ അത് അല്ലാഹുവിനോട് അനുദപിച്ച് പശ്ചാത്തപിച്ച് ഖേദിച്ചു മടങ്ങുന്ന ആളുകളാണ് എന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഉണർത്തുകയുണ്ടായി. അതുകൊണ്ട് തന്നെയാണ് അവിടുന്ന് പറഞ്ഞത്, ലൗലാ അന്നക്കും തുദിനിബൂൻ, നിങ്ങളുടെ പ്രകൃതം അങ്ങനെയാണ്. ഇനി നിങ്ങൾ തെറ്റ് ചെയ്യാത്ത ഒരു വിഭാഗമായിരുന്നെങ്കിൽ ഖലഖല്ലാഹു ഖൽഖൻ യുദിനിബൂന, ജീവിതത്തിൽ തെറ്റ് ചെയ്യുന്ന ഒരു സൃഷ്ടി വിഭാഗത്തെ അള്ളാഹു സൃഷ്ടിക്കുക തന്നെ ചെയ്യും. ഫയസ്തഗ്ഫിറൂൻ, എന്നിട്ട് അവർ അള്ളാഹുവിനോട് പാപമോചനത്തിനിരക്കും. ഫയഗ്ഫിറു ലഹും, അള്ളാഹു അവരുടെ പാപങ്ങൾ പൊറുക്കും എന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അതുകൊണ്ടാണ്. അതുകൊണ്ട് വിശ്വാസികളെ ഒന്നടങ്കം വിളിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നുണ്ട്, വതൂബു ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂൻ. അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ ഒന്നടങ്കം അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുവിൻ. ലഅല്ലക്കും തുഫ്ലിഹൂൻ, എന്നാൽ നിങ്ങൾ വിജയികളായേക്കാമെന്നാണ്. നിങ്ങൾ വിജയിക്കണമെങ്കിൽ നിങ്ങൾ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങണമെന്നാണ്. സൂറത്തുന്നൂറിലെ 31-ാമത്തെ സൂക്തം, അതിൻ്റെ അവതരണ പശ്ചാത്തലം എടുത്ത് പരിശോധിച്ചാൽ കാണാൻ കഴിയും. ഇതിൻ്റെ പ്രഥമ സംബോധിതരാരാണെന്നോ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സ്വന്തം സമ്പത്തും സ്വന്തം നാടും വേണ്ടപ്പെട്ടതെല്ലാം ഒഴിവാക്കി മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയ ആളുകൾ, അതേപോലെ തന്നെ മുഹാജിറുകളെ സ്വീകരിച്ച, അവർക്ക് വേണ്ട എല്ലാം ചെയ്തു കൊടുത്ത അൻസാറുകളായ വിശ്വാസികളിൽ മഹോന്നതമായ സ്ഥാനം അലങ്കരിക്കുന്ന ആളുകളോടാണ് അല്ലാഹു പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനൂ വതൂബു ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂൻ. വിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങണം. ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിക്കണമെങ്കിൽ തൗബ വേണമെന്നാണ് പറയുന്നത്. തൗബ ചെയ്തിട്ടില്ലെങ്കിലോ, വമൻ ലം യതുബ് ഫഉലൈക ഹുമുൽ ളാലിമൂൻ. നിങ്ങൾ അല്ലാഹുവിനോട് തെറ്റുകൾ ഏറ്റുപറഞ്ഞ് അവനിലേക്ക് തൗബ ചെയ്ത് മടങ്ങിയിട്ടില്ലെങ്കിൽ, തൗബ ചെയ്യാത്ത ആളുകൾ അവർ അക്രമികളാണ്. അല്ലാലിമൂൻ എന്നാണ് പറയുന്നത്. അല്ലാലിമൂൻ എന്നുള്ളത് ദുൽമുൻ നഫ്സാണ്, ഓരോ വ്യക്തികളുമായി ബന്ധപ്പെട്ട് ഇതിൽ ശ്രദ്ധേയമായിട്ടുള്ളത്. നമ്മൾ ഓരോരുത്തരും നമ്മളോട് തന്നെ ചെയ്യുന്ന തെറ്റുണ്ട്. നമ്മൾ ആത്മദ്രോഹികളായി തീരുന്നത് അപ്പോഴാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മളോട് തന്നെ ദുൽമ് ചെയ്യാത്ത എന്നാൽ വിജയികളായി തീരുന്ന ആളുകളുടെ പട്ടികയിൽ ഉൾപ്പെടണമെങ്കിൽ നമ്മളിൽ ഉണ്ടാകേണ്ട ഒരു സ്വഭാവവും ഗുണവുമായിക്കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ തൗബയെക്കുറിച്ച് സംസാരിക്കുന്നത്. നമ്മളെപ്പോഴും ഒരു
ലാ തൻദുർ ഇലാ സിഗറിൽ മഅസിയ. ഒരു തെറ്റ് ചെയ്യുമ്പോൾ അത് ചെറിയ തെറ്റല്ലേ എന്ന കാര്യമല്ല നമ്മൾ നോക്കേണ്ടത്. നമ്മളിൽ നിന്നൊരു തെറ്റ് വരികയാണെങ്കിൽ അത് ചെറുതല്ലേ എന്ന രീതിയിൽ നാം അതിനെ അവഗണിക്കുകയല്ല വേണ്ടത്. പിന്നെയോ നാം ചിന്തിക്കേണ്ടത് എന്താണെന്നോ, വലാകിൻ ഉൻദുർ ഇലാ അളമതി മൻ അസൈത. ഏതൊരുവന്റെ കൽപ്പനയാണോ നീ ധിക്കരിച്ചത് എന്ന കാര്യമാണ് നീ ആലോചിക്കേണ്ടത് മനുഷ്യനാണ്. നിന്നെ സംബന്ധിച്ചിടത്തോളം നീ ചെയ്ത തെറ്റ് ചെറുതോ വലുതോ എന്ന് ചിന്തിക്കുന്നതിനുപരിയായി നീ ആരുടെ കൽപ്പന ധിക്കരിച്ചുകൊണ്ടാണ് തെറ്റ് ചെയ്തത് എന്നതിനെ കുറിച്ചാണ് നീ ആലോചിക്കേണ്ടത്. അല്ലാഹു അലീമായ കബീറായ മുതകബ്ബിറായ അൽ മുതആൽ, പരമോന്നതനായ അള്ളാഹുവിന്റെ കൽപ്പനയെയാണ് നീ ധിക്കരിച്ചത് എന്ന ബോധമാണ് നിനക്കുണ്ടാകേണ്ടത് എന്നാണ്. തെറ്റാണെങ്കിലും നമ്മൾ ഒരു തെറ്റിനെയും ചെറുതായി കാണരുത്. അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നുണ്ട്, ഇയ്യാക്കും വ മുഹഖിറാത്തുദ് ദുനൂബ്. ചെറിയ ചെറിയ കൊച്ചു കൊച്ചു പാപങ്ങളെയും അതിനെയും നിങ്ങൾ നിസ്സാരമായി തള്ളിക്കളയരുത്. ഫഇന്നഹുന്ന യജ്തമഇന അലർ റജുൽ ഹത്താ യുഹ്ലികനഹു. ചെറിയ ചെറിയ പാപങ്ങൾ ഒന്നുകൂടിയാൽ അത് ചെയ്ത ആളെ ചിലപ്പോൾ അത് നാശത്തിലകപ്പെടുത്തുക തന്നെ ചെയ്യുമെന്നാണ്. കാരണം എന്താ? ഓരോ ചെറിയ ചരൽക്കല്ലുകളിൽ നിന്നുമാണ് വലിയ വലിയ പർവ്വതങ്ങൾ ഉണ്ടായി വരുന്നത്. ലാ തഹ്തിറന്ന സഗീറതൻ ഇന്നൽ ജിബാല മിനൽ ഹസ. ഒരു പർവ്വതം കൊച്ചു കൊച്ചു ചരൽക്കല്ലുകൾ കുന്നുകൂടി കൂടി ഉണ്ടാകുന്നതാണ്. നിങ്ങളുടെ ചെറിയ ചെറിയ തെറ്റുകൾ വലുതായി വലിയ പാപമായി നിങ്ങൾക്കത് ഒരിക്കലും താങ്ങാനാവാത്തതായി തീരുമെന്നാണ്. അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഞങ്ങൾ ഈ കാലഘട്ടത്തിൽ മനുഷ്യന്മാർ ചെയ്യുന്ന തെറ്റുകൾ കണ്ടാൽ ഞങ്ങൾ ചെറിയ വലിയ തെറ്റുകൾ തന്നെ അവരുടെ മൂക്കിലിരിക്കുന്ന ഒരു ഈച്ചയെ പോലെയാണ് ചെറുതായി ലാഘവത്തോടു കൂടി കാണുന്നത്. ഒന്ന് ആട്ടിയാൽ പറന്നു പോകുമെന്ന രീതിയിലാണ്. എന്നാൽ ഞങ്ങളുടെ കാലത്ത് ചെയ്യുന്ന ചെറിയ തെറ്റുകൾ പോലും അത് ഞങ്ങളുടെ മുകളിലേക്ക് വീഴാനിരിക്കുന്ന വലിയ ഒരു പർവ്വത ശിഖരത്തിന് സമാനമായി ഞങ്ങൾക്ക് തോന്നാറുണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ നമ്മൾ ആരുടെ കൽപ്പനക്കാണോ എതിര് പ്രവർത്തിക്കുന്നത് എന്ന ബോധമാണ് ശരിക്ക് തെറ്റിനെക്കുറിച്ചും അതിൽ നിന്ന് അനുദപിച്ച് മടക്കാനുള്ള ചിന്തയും മനുഷ്യന് ഉണ്ടാക്കി തീർക്കേണ്ടത് എന്നാണ്. വിശ്വാസികളെ സംബോധന ചെയ്തുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹ. സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിലേക്ക് നിഷ്കളങ്കമായി തൗബ ചെയ്ത് മടങ്ങുക എന്നതാണ്. ഇഖ്ലാസോടുകൂടി നിങ്ങൾ അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങണമെന്നാണ്. നസൂഹായ തൗബയുടെ നിബന്ധനകൾ പണ്ഡിതന്മാർ വിശദീകരിച്ചെടുത്ത് നമുക്ക് കാണാൻ കഴിയും. ഒന്നാമത്തേത് അന്നദ്ബു അലദ്ദംബ്. നമ്മൾ ചെയ്ത തെറ്റിലുള്ള ആഴത്തിലുള്ള സങ്കടവും അങ്ങേയറ്റത്തെ ഖേദവും നമ്മുടെ മനസ്സിൽ രൂപപ്പെടുക എന്നാണ്. കാരണം അത്തായിബു മിനദ്ദംബി കമൻ ലാ ദംബ ലഹു. ഒരു തെറ്റിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങുന്ന ആള് അവൻ തെറ്റുകാരനല്ലാത്ത പോലെ തന്നെ ആ മനസ്സിത്തിരി കൊണ്ട് തന്നെ ആയിത്തീരുന്നു എന്നാണ് പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പറ്റിപ്പോയ തെറ്റുകളെ കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കുക. നമുക്ക് ഓർമ്മയുള്ളതുണ്ടാകും, ഓർമ്മയില്ലാത്തതുണ്ടാകും. അതിൽ വലുതുണ്ടാകും, ചെറുതുണ്ടാകും, രഹസ്യമായതുണ്ടാകും, പരസ്യമായി ചെയ്ത തെറ്റുകളുണ്ടാകും, നമ്മൾ മറന്നുപോയവയുണ്ടാകും. ഇങ്ങനെയൊക്കെയാണെങ്കിലും റഹ്മാനായ റബ്ബിന്റെ നേരെ മനസ്സ് തിരിച്ച് കരങ്ങൾ ഉയർത്തി നിഷ്കളങ്കമായി അനുദപിച്ച് നമ്മൾ അല്ലാഹുവിനോട് പൊറുക്കൽ തേടുകയും തൗബ ചെയ്യുകയും ചെയ്താൽ അത് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം കൂടിയാണ്. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള അടിമകളിൽ നിന്ന് അവൻ സ്വീകരിക്കുന്ന ഒരു കാര്യമാണ് തൗബ. അല്ലാഹു പറയുന്നു, ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീൻ. തൗബ ചെയ്ത് മടങ്ങുന്നവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നു. വയുഹിബ്ബുൽ മുത്തത്വഹിരീൻ. ജീവിതത്തിൽ വൃത്തിബോധം കൈവരിക്കുന്നവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നുണ്ട്. പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൗബയെക്കുറിച്ചുള്ള അള്ളാഹുവിൻ്റെ ഇഷ്ടത്തെക്കുറിച്ച് ഒരു ഉപമ നമുക്ക് വിശദീകരിച്ച് തരികയുണ്ടായി. യാത്രാമധ്യേ ഒരു വ്യക്തി തൻ്റെ വെള്ളവും ഭക്ഷണവും ഒക്കെ തന്നെ പുറത്ത് കെട്ടിവെച്ച തൻ്റെ വാഹനമാകുന്ന ഒട്ടകം അതിൻ്റെ കൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. യാത്രാമധ്യേ അദ്ദേഹം ഒരു മരത്തിൻ്റെ ചുവട്ടിൽ വിശ്രമിക്കാനിരിക്കുന്നു.
അങ്ങനെ അദ്ദേഹം ഉറങ്ങിപ്പോകുന്നു. പക്ഷേ തൻ്റെ വെള്ളവും തൻ്റെ ഭക്ഷണവുമുള്ള തൻ്റെ വാഹനമാകുന്ന ഒട്ടകം അദ്ദേഹത്തിൻ്റെ അരികിൽ നിന്ന് അകന്നകന്നു പോകുന്നു. അദ്ദേഹം പെട്ടെന്ന് ഉണർന്നു. തൻ്റെ വാഹനത്തെ കാണാനില്ല. പരമാവധി അതിനെ അന്വേഷിച്ചു നോക്കി, എവിടെയും കണ്ടെത്തിയില്ല. അദ്ദേഹത്തിൻ്റെ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടു. വിശാലമായ മരുഭൂമിയിൽ ഇങ്ങനെ ഒന്നുമില്ലാതെ അദ്ദേഹം ഇനി പ്രതീക്ഷിക്കുന്നത് മരണമാണ്. മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് അദ്ദേഹം ആ മരത്തിൻ്റെ ചുവട്ടിലേക്ക് തന്നെ വന്ന് അവിടെ ഇരുന്നു. അപ്പോഴും അദ്ദേഹം ഒന്ന് ഉറങ്ങിപ്പോയി. ആ ഉറക്കത്തിൽ നിന്ന് പെട്ടെന്ന് അദ്ദേഹം ഉണർന്ന സന്ദർഭത്തിലതാ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ അദ്ദേഹത്തിൻ്റെ ഒട്ടകം, അതിൽ ഭക്ഷണമുണ്ട്, വെള്ളമുണ്ട്. അതിൻ്റെ മൂക്ക് കയർ അദ്ദേഹം പിടിച്ചുകൊണ്ട്, ആ സന്തോഷം നിങ്ങൾ അന്ന് ആലോചിച്ചു നോക്കൂ. മരിച്ചു എന്നുറപ്പിച്ച് മരണത്തെ കാത്തിരിക്കുന്ന ഒരു വ്യക്തിക്ക് ജീവനും ജീവിതവും രണ്ടാമതും തിരിച്ചു കിട്ടിയ പോലെയുള്ള അനുഭവമാണ്. ആ സന്ദർഭത്തിൽ ആ യാത്രക്കാരനുണ്ടാകുന്ന സന്തോഷം, ആ സന്തോഷാധിക്യത്താൽ അദ്ദേഹം പറഞ്ഞുപോയി എന്നാണ്, അല്ലാഹുമ്മ അൻത അബ്ദി വ അന റബ്ബുക്. അല്ലാഹുവേ, നീ എൻ്റെ അടിമയാണ്, ഞാൻ നിന്റെ റബ്ബാണ് എന്ന്. അഖ്താ മിൻ ശിദ്ദത്തിൽ ഫറഹ് എന്നാണ്. സന്തോഷാധിക്യത്താൽ അദ്ദേഹത്തിൻ്റെ ഈ സംസാരത്തിൽ പിഴവ് പറ്റിപ്പോയതാണ്. ഇങ്ങനെ സന്തോഷിക്കുന്ന ഒരു വ്യക്തിയേക്കാൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അടിമ അള്ളാഹുവിനോട് തൗബ ചെയ്തു മടങ്ങിയാൽ ആ അടിമയെക്കുറിച്ച് സ്നേഹവും ഇഷ്ടവുമാണ് എന്നാണ് പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. സഹോദരങ്ങളെ, നമ്മൾ ആലോചിച്ചു നോക്കൂ. സാധുക്കളായ പാവങ്ങളായ ജീവിതത്തിൽ തെറ്റ് സംഭവിക്കുന്ന അവന്റെ അടിമകളായ നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ സന്തോഷത്തിന് കാരണമാകുന്നു ഈ സാധുക്കളായ നമ്മുടെ തൗബ എന്ന് പറയുമ്പോൾ. നമ്മുടെ തൗബയെ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രമേൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ലല്ലാഹു അശദ്ദു ഫറഹ ബിതൗബത്തി അബ്ദിഹി ഹീന യതൂബു ഇലൈഹി എന്ന. അള്ളാഹുവിന്റെ അടിമ അവനിലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്നത് അള്ളാഹുവിന് അത്രമേൽ സന്തോഷമുള്ളതാണ്, ഇഷ്ടമുള്ളതാണ് എന്നാണ് പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അത്തൗബ ത്വരീഖത്തുൽ ജന്ന, സ്വർഗത്തിലേക്കുള്ള വഴിയാണ് തൗബ എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നു, ഇല്ലാമൻ ആമന ഇല്ലാമൻ താബ വആമന വഅമില അമലൻ സ്വാലിഹൻ ഫഉലൈക യദ്ഖുലൂനൽ ജന്ന വലാ യുദ്ലമൂന ശൈആ. തെറ്റുകളിൽ നിന്ന് തൗബ ചെയ്യുകയും വിശ്വാസം ഉറപ്പിക്കുകയും സുഹൃതങ്ങളിൽ വ്യാപൃതരാവുകയും ചെയ്യുന്ന വിശ്വാസികൾ ഫഉലൈക യദ്ഖുലൂനൽ ജന്ന, അവരാണ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത്. അങ്ങനെയുള്ള ആളുകൾ ഒരിക്കലും അവരുടെ കർമ്മങ്ങളിൽ യാതൊന്നും തന്നെ നിഷേധിക്കപ്പെടുകയില്ല. വലാ യുദ്ലമൂന ശൈആ, അല്ലാഹു ഒരനീതിയും കാണിക്കുകയില്ല അവരോട് എന്നുള്ളതാണ്. മാത്രവുമല്ല, അള്ളാഹുവിന്റെ അടിമ തൻ്റെ തെറ്റിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങുകയാണെങ്കിൽ ജീവിതത്തിൽ പറ്റിപ്പോയിട്ടുള്ള തെറ്റുകൾ പുറത്തു തരുമെന്നതിന് പുറമെ നമ്മുടെ ഈ തെറ്റുകളെയെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഹസനാത്തുകളാക്കി മാറ്റിത്തരുമെന്ന് കൂടി നമ്മളോട് പറയുമ്പോൾ എത്രമേൽ ശ്രേഷ്ഠമായ ഒരു കാര്യമാണ് തൗബ എന്ന് ആലോചിച്ച് നോക്കൂ. ഖുർആൻ പറയുന്നു, ഇല്ലാ മൻ താബ വആമന വഅമില അമലൻ സ്വാലിഹൻ ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്. ആളുകളുടെ അള്ളാഹുവിൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും അള്ളാഹുവിനോട് തൗബ ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ അവരുടെ സയ്യിആത്തുകളെ, ജീവിതത്തിൽ അവർ ചെയ്ത തിന്മകളെയും തെറ്റുകളെയും അവരുടെ കുറ്റങ്ങളെയും യുബദ്ദിലുല്ലാഹ്, അള്ളാഹു അതിനെ മാറ്റിമറിക്കും ഹസനാത്ത്, സുഹൃതങ്ങളായി, പുണ്യങ്ങളായി. ഇതിനേക്കാൾ വലിയ ഒരു കാരുണ്യവും ഇതിനേക്കാൾ വലിയൊരു പ്രതിഫലവും അള്ളാഹുവിങ്കിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. വകാന അല്ലാഹു ഗഫൂറർ റഹീമ. എന്തുകൊണ്ടാണത്? അള്ളാഹു പരമദയാലുവാണ്, അവൻ പാപങ്ങൾ പൊറുക്കുന്നവനാണ്, കരുണാമയനാണ് എന്നതാണ്. തൗബ ചെയ്ത് തെറ്റിൽ നിന്ന് മടങ്ങുന്ന ആളുകൾക്ക് അല്ലാഹു നല്ല ജീവിതം നൽകുമെന്നാണ്, നല്ല മനസ്സമാധാനം നൽകും. വാനിസ്തഗ്ഫിറൂ റബ്ബക്കും സുമ്മ തൂബൂ ഇലൈഹി, നിങ്ങളുടെ റബ്ബിനോട് നിങ്ങൾ അനുദപിച്ച് മടങ്ങുക, പൊറുക്കലിനെ തേടുക, അവനിലേക്ക് തൗബ ചെയ്ത് അടുക്കുക. യുമത്തിഉക്കും മത്താഅൻ ഹസന,
അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നല്ല വിഭവങ്ങൾ ജീവിതത്തിൽ ഒരുക്കി തന്ന നല്ല രീതിയിൽ നിങ്ങളെ ജീവിപ്പിക്കും. ഇലാ അജലിൻ മുസമ്മ, അല്ലാഹു നിശ്ചയിച്ച ഒരവധി വരെ. വയുതദി കുല്ലി ദീ ഫളലിൻ ഫളല, അങ്ങനെ നന്മകൾ ചെയ്യുന്ന ആളുകൾക്ക് വീണ്ടും അല്ലാഹു അവന്റെ ഔദാര്യം വർദ്ധിപ്പിച്ചു കൊടുക്കും എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. മാത്രവുമല്ല, നമുക്കറിയാം, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മലക്കുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ സംവിധാനിച്ചൊരുക്കിയിട്ടുണ്ട്. അതിലേറ്റവും ശ്രേഷ്ഠമായ മലക്ക് വിഭാഗമാണ് ഹമലത്തുൽ അർശ്, അല്ലാഹുവിന്റെ അർശിനെ ചുമക്കുന്ന മലക്കുകൾ. അല്ലാഹുവിന്റെ അർശിനെ ചുമക്കുന്ന മലക്കുകൾ അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്ന ആളുകൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുന്ന ഒരു മാസം കൂടിയാണ് ഈ അനുഗ്രഹീത റമദാൻ എന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്നാൽ ഈ തൗബയുടെ അതിന്റെ പ്രതിഫലം ഈ മാസത്തിൽ മാത്രം പരിമിതമല്ല. മനുഷ്യർ ജീവിച്ചിരിക്കുന്ന കാലത്തോളം അതവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുമെന്ന് തന്നെയാണ് പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഇന്നല്ലാഹ യഖ്ബലു തൗബത്തൽ അബ്ദ്, ഒരടിമയുടെ തൗബ അല്ലാഹു സ്വീകരിക്കുന്നു. മാലം യുഗർഗിർ, അവന്റെ മരണവെപ്രാളത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് എന്നാണ്. ഗർഗറ ശബ്ദം എന്ന് പറഞ്ഞാൽ അവന്റെ മരണം അവന്റെ തൊണ്ടക്കുഴിയിൽ എത്തുന്നതിന് മുമ്പാണ് അവൻ തൗബ ചെയ്യുന്നതെങ്കിൽ അല്ലാഹു അവന്റെ തൗബ സ്വീകരിക്കും. നമുക്കറിയാമല്ലോ, ഫിറഔൻ അവൻ മുങ്ങി മരിക്കുന്ന സന്ദർഭത്തിലാണ് എനിക്ക് അല്ലാഹുവിൽ വിശ്വാസമുണ്ട്, അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല, മൂസയുടെ ഇലാഹിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചത്. മരിക്കുകയാണ് എന്ന് അവന് ബോധ്യമായപ്പോഴാണ്. അപ്പൊ അതിന് മുമ്പ്, മരണം തൊണ്ടക്കുഴിയിൽ വന്നെത്തുന്നതിന് മുമ്പ് നിങ്ങൾ അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങിയാൽ അല്ലാഹുവിന്റെ ഏതൊരടിമക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പാപങ്ങൾ പുറത്തു കൊടുക്കുമെന്നാണ് പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും വിശുദ്ധ ഖുർആനും നമുക്ക് പഠിപ്പിക്കുന്ന പാഠങ്ങൾ. സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെ നസൂഹായ തൗബ, നിഷ്കളങ്കമായ തൗബ, അല്ലാഹുവിലേക്ക് നാം അനുദപിച്ച് ഖേദിച്ച് മടങ്ങുന്ന ഒരു സ്ഥിതി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതിൽ ഒന്നാമത്തെ നിബന്ധന പറഞ്ഞത്, ചെയ്ത തെറ്റിൽ നമ്മൾ അങ്ങേയറ്റം സങ്കടപ്പെടുകയും ഖേദിക്കുകയും, രണ്ടാമത്തേത് ഒരിക്കലും ഇനി ഈ പാപം ആവർത്തിച്ച് ചെയ്യുകയില്ല എന്ന് പ്രതിജ്ഞയെടുക്കുക, മൂന്നാമത്തേത് ശിഷ്ടകാലം തെറ്റില്ലാതെ കഴിഞ്ഞുകൂടുമെന്നുള്ള തീരുമാനമുണ്ടാവുക. നാലാമത്തെ കാര്യം, നമ്മൾ പടപ്പുകളുമായി ബന്ധപ്പെട്ട ഇടപാടുകളാണ് എങ്കിൽ, അങ്ങനെയുള്ള തെറ്റാണ് നമ്മൾ ചെയ്തതെങ്കിൽ, ആരെങ്കിലും സ്വത്ത് അന്യായമായി നമ്മുടേതാക്കി നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ പറമ്പ് അതിൻ്റെ അതിര് നമ്മൾ തിരിച്ചപ്പോൾ, മതിൽ കെട്ടിയപ്പോൾ, വേലിയടച്ചപ്പോൾ, ഈ സന്ദർഭത്തിലൊക്കെ അന്യൻ്റേത് അപരൻ്റേത് അന്യായമായി നമ്മിലേക്ക് വന്നു ചേർന്നിട്ടുണ്ട് എങ്കിൽ, നമുക്കത് ബോധ്യമുണ്ടെങ്കിൽ, അറിഞ്ഞുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ, അത് അവരങ്ങോട്ട് 1/2 സെന്റ് ആണെങ്കിൽ 1/2 സെന്റ്, 1 സെന്റ് ആണെങ്കിൽ 1 സെന്റ്, എത്രയാണ് തീർക്കാനുള്ളത് ഇവിടുന്ന് തന്നെ തീർത്തു പോകണം. നാലാമത്തെ നിബന്ധന അതാണ്. സാമ്പത്തികമായ ഹക്കിടപാടുകളാണെങ്കിൽ നമ്മൾ ഇവിടെ തന്നെ തീർത്തു പോകണം. ജീവിതകാലത്ത് കഴിയുമെങ്കിൽ നമ്മൾ തന്നെ അത് ചെയ്തു പോകണം. നമ്മുടെ മയ്യത്ത് നമസ്കരിക്കുന്ന നേരത്ത് മയ്യത്തിന് ഇമാമ നിൽക്കുന്ന ആളുകളെ ഏൽപ്പിക്കാനുള്ള ഒരു പരിപാടിയായി ഇത് മാറരുത്. നേരെ മറിച്ച് കടുണ്ടെങ്കിൽ അത് വീട്ടുക, ഹക്കിടപാടുകൾ ഇങ്ങനെ വല്ലതും അന്യായമായി വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് തീർത്തുകൊണ്ടായിരിക്കണം. എന്നിട്ട് പഠിച്ചവനോട് പറയാം, പഠിച്ചോനെ, ഞാൻ ഇന്ന ആളുടെ സ്വത്ത് ഇത്ര അപഹരിച്ചിരിക്കുന്നു, ഞാൻ തിരിച്ചു കൊടുത്തിട്ടുണ്ട്, അത് തെറ്റാണ് റബ്ബേ, എനിക്ക് പുറത്തു തരണം. സാമ്പത്തികമായ ഇടപാടുകൾ അങ്ങനെ തന്നെ നടത്തേണ്ടതുണ്ട്. അതേപോലെ തന്നെ മറ്റൊരാളെ അപമാനിച്ചതാണെങ്കിൽ, ഒരാളെ ഗീബത്ത് നമീമത്ത് പോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അപകീർത്തിപ്പെടുത്തിയതാണെങ്കിൽ, ഏത് വ്യക്തിക്കാണോ അതിൻ്റെ അഭിമാനക്ഷതമുണ്ടായിട്ടുള്ളത് അയാളെ നേരിൽ കണ്ടുകൊണ്ട് അയാളോട് മാപ്പിരക്കണം. എൻ്റെ സംസാരത്തിൽ, എൻ്റെ നിലപാടുകളിൽ, എൻ്റെ പെരുമാറ്റത്തിൽ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് പൊറുക്കണം. അല്ലെങ്കിൽ ഇതിനൊക്കെ പരിഹാരമായി നമ്മുടെ പുണ്യങ്ങളായിരിക്കും, നമ്മൾ ചെയ്ത ഹജ്ജായിരിക്കും, ചിലപ്പോൾ ഉംറയായിരിക്കും പഠിച്ചോൻ ഈ മർദ്ദിതനായ ആൾക്ക് പകരം കൊടുക്കുക. അതുകൊണ്ടാണ് ഇങ്ങനെ നിങ്ങൾ തൗബ ചെയ്ത് മടങ്ങുമ്പോൾ പടപ്പുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ദുനിയാവിൽ നിന്ന് തന്നെ അത് തീർത്തുകൊണ്ടായിരിക്കണം നിങ്ങൾ അല്ലാഹുവിനോട് അനുദപിച്ച് മടങ്ങേണ്ടത്.
എന്ന് പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. സഹോദരങ്ങളെ, അങ്ങനെ ജീവിതത്തിൽ എന്ത് തെറ്റുകൾ വന്നാലും അള്ളാഹു അത് നമുക്ക് പുറത്തു തരാൻ ഏറെ ഇഷ്ടപ്പെട്ട് കാത്തിരിക്കുന്നവരാണ്. മാത്രമല്ല, അള്ളാഹു നമ്മൾ പകൽ ചെയ്ത തെറ്റുകളെ ഇന്നല്ലാഹ അസ്സ വജല്ല യബ്സുതു യദഹു ബില്ലൈൽ ലിയതൂബ മുസിഅൻ നഹാർ, പകലിൽ തെറ്റ് ചെയ്യുന്ന അള്ളാഹുവിന്റെ അടിമകളുടെ പശ്ചാത്താപം സ്വീകരിക്കാൻ രാത്രികാലങ്ങളിൽ അള്ളാഹു കൈ നിവർത്തി കാത്തിരിക്കുമെന്നാണ് റസൂലുള്ളാഹി പറഞ്ഞത്. വയബ്സുതു യദഹു ബിന്നഹാർ ലിയതൂബ മുസിഅൽ ലൈൽ, രാത്രികാലങ്ങളിൽ തെറ്റ് ചെയ്യുന്ന അടിമകളുടെ പാപങ്ങൾ അത് അവരുടെ തൗബ സ്വീകരിക്കാൻ അല്ലാഹു പകൽ സമയങ്ങളിൽ അവൻ കൈ നീട്ടി കാത്തിരിക്കും. ഈ അവസ്ഥ സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്നവരെ എന്ന് പറഞ്ഞാൽ ലോകാന്ത്യം വരെ അല്ലാഹു അടിമകളുടെ തൗബ സ്വീകരിക്കുന്ന അവസ്ഥ അത് നിലനിൽക്കുക തന്നെ ചെയ്യുമെന്നാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഉണർത്തിയിട്ടുള്ളത്. സഹോദരങ്ങളെ, നമ്മളൊക്കെ ജീവിതത്തിൽ ചെറുതും വലുതും അറിഞ്ഞും അറിയാതെയും ഒക്കെ തെറ്റുകൾ പറ്റിപ്പോയി കൊണ്ടിരിക്കുന്നവരാണ്. നമ്മുടെ കണ്ണുകളെ കൊണ്ട്, നമ്മുടെ കാതുകളെ കൊണ്ട്, നമ്മുടെ കൈകളെ കൊണ്ട്, നമ്മുടെ കാലുകളെ കൊണ്ട്, നമ്മുടെ മനോവിചാരങ്ങളാലൊക്കെ തന്നെ നമ്മൾ തെറ്റുകളിലേക്ക് ചെന്നു പോകുന്നവരാണ്. ഇതെല്ലാം പുറത്തു തരുന്നവനായ ഗഫാറായ അതുപോലെ തന്നെ തവ്വാബായ ഒരു അല്ലാഹു അൽ വദൂദ്, നമ്മോട് ഏറ്റവും കൂടുതൽ സ്നേഹമയനായ ഒരു അല്ലാഹു നമ്മുടെ മുമ്പിൽ ഉണ്ടാകുമ്പോൾ ഇതെല്ലാം നാം ഉപയോഗപ്പെടുത്തി അല്ലാഹുവിലേക്ക് അനുദപിച്ച് മടങ്ങുക. റഹ്മാനായ റബ്ബ് അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اتقوا الله عباد الله. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിലുടനീളം ആവുന്നത്ര പ്രാവർത്തികമാക്കാൻ നമ്മൾ പരിശ്രമിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. റഹ്മാനായ റബ്ബ് നമുക്കതിന് തൗഫീഖും അനുഗ്രഹവും നൽകുമാറാകട്ടെ. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കൂ, നിങ്ങൾ മഅസൂമാണ്. മഅസൂം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കലും തെറ്റുപറ്റാത്ത വ്യക്തിയാണ്. പ്രവാചകന്റെ വ്യക്തിത്വം അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ സംരക്ഷിച്ചിട്ടുണ്ട്. ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും മാതൃകയായി നിലകൊള്ളേണ്ട, എല്ലാവർക്കും റോൾ മോഡലായിട്ടുള്ള ഏക വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകന്റെ നിയോഗത്തിന് ശേഷം ഇനി ലോകാന്ത്യം വരെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന മുഴുവൻ മനുഷ്യരുടെയും ഗുരുവാണ്, ലോകൈക ഗുരുവാണ് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോലും ആ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് അള്ളാഹുവിനോട് പൂർണ്ണക്കലിനെ തേടുകയും അള്ളാഹുവിലേക്ക് അനുദപിച്ച് മടങ്ങുകയും ചെയ്തിരുന്നു എന്ന് ഹദീസുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. റസൂൽ തന്നെ പറയുന്നു, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, തൂബു ഇലല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുവിൻ. ഫഇന്നി അതൂബു ഫിൽ യൗമി 100 മറ, ഒരു ദിവസം ഞാൻ 100 തവണ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്നുണ്ട് എന്ന്. അപ്പോൾ നമ്മൾ നോക്കൂ, ഏറ്റവും ചെറിയ വളരെ ലളിതമായ തൗബ എന്ന് പറഞ്ഞാൽ മറ്റ് ഇബാദത്തുകളെ പോലെ തന്നെ ഉണ്ടാകേണ്ട ഒരു സംഗതിയല്ല. അത് നമ്മുടെ മനസ്സിൻ്റെ വിശുദ്ധിയാൽ, നമ്മുടെ മനസ്സിൻ്റെ ആത്മീയതയാൽ, നമ്മുടെ മാനസികമായ നിഷ്കളങ്കതയാൽ ഉണ്ടാകേണ്ടതായ ഒരു ഉന്നതമായ ഭാവമായിക്കൊണ്ടാണ് ഖുർആനിലൂടെ നമുക്ക് കാണാൻ കഴിയുക. അല്ലാഹുമ്മ ഇന്നി അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് എന്ന് നിഷ്കളങ്കമായി നമ്മൾ ഉരുവിട്ടാൽ അത് തൗബയായി. അല്ലാഹുവേ, ഞാൻ നിന്നോട് പൊറുക്കലിനെ തേടുന്നു, നിന്നിലേക്ക് തൗബ ചെയ്തു മടങ്ങുന്നു എന്ന ഈ വാക്കുകൾ മനസ്സിൽ തട്ടി ഉരുവിടുക എന്നുള്ളതാണ്. മാത്രവുമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് ചൊല്ലിയിരുന്ന ഒരു പ്രാർത്ഥന ഇമാം മുസ്ലിം റഹിമഹുല്ലാ ഉദ്ധരിക്കുന്നുണ്ട്. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു ഫീ സുജൂദിഹി അല്ലാഹുമ്മ ഗ്ഫിർ ലീ ദൻബി കുല്ല, അല്ലാഹുവേ, എൻ്റെ എല്ലാ പാപങ്ങളും എനിക്ക് പുറത്തു തരണമേ. അതെല്ലാം അതിൽപ്പെട്ടു.
അല്ലാഹുമ്മ ഗ്ഫിർ ലീ ദൻബി കുല്ല. സുജൂദ് എന്ന് പറഞ്ഞാൽ ഒരടിമ അള്ളാഹുവിന്റെ മുമ്പിൽ പരമമായ അവന്റെ താഴ്മയും വണക്കവും വിനയവും പ്രകടിപ്പിച്ചുകൊണ്ട് അവന്റെ മുമ്പിൽ കഴിയുന്ന ഒരു സമയമാണത്. ആ സമയത്തിൽ എൻ്റെ എല്ലാ പാപങ്ങളും എനിക്ക് പൊറുക്കേണമേ എന്ന് പറയുമ്പോൾ ജീവിതത്തിൽ ഓർമ്മയുള്ള പാപങ്ങളെല്ലാം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുക. ദിഖ്ഖഹു വജുല്ലഹു, അതിൽ എത്ര നേരിയതാണെങ്കിലും റബ്ബേ, ചിലപ്പോൾ തമാശക്ക് വേണ്ടി ആരെങ്കിലും ഒന്ന് പരിഹസിച്ചൊരു വർത്താനം നമ്മൾ പറഞ്ഞിട്ടുണ്ടാകും, കൂട്ടുകാരെയൊക്കെ ചിരിപ്പിക്കാൻ വേണ്ടി. പക്ഷെ ഏത് വ്യക്തിയെയാണോ അത് നോവിച്ചത് അയാളുടെ മനസ്സ് അതുകൊണ്ട് മുറിവേറ്റിട്ടുണ്ടാകും. നമ്മൾ അത്ര വലുതായിട്ട് കാണുന്നുണ്ടാവില്ല. അതാണ് ദിഖ് എന്ന് പറഞ്ഞത്. നമ്മുടെ കണക്കിൽ വളരെ ലോലമായതും സൂക്ഷ്മമായതും എന്നാൽ അത് ഏറ്റ വ്യക്തിക്ക് വളരെ മുറിവേറ്റതുമാണെങ്കിൽ വജുല്ലഹു, അതെല്ലാത്തതും അതിനേക്കാൾ വലുതായതും വഅവ്വലഹു വആഖിറഹു, എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യം ചെയ്ത തെറ്റ് നമുക്ക് ഓർമ്മയുണ്ടോ? അവ്വലഹു, എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ തെറ്റ് നമുക്ക് ഓർമ്മയുണ്ടോ? അവസാനം നമുക്ക് ചെയ്ത തെറ്റ് ഓർമ്മയുണ്ടോ? വലുതും ചെറുതും നിസ്സാരമായി കാണുന്നതും അതൊക്കെ അതിലുണ്ടാകും. വഅലാനിയതഹു വസിറഹു, അത് പരസ്യമായതും രഹസ്യമായതും ഒക്കെ അതിലുണ്ട് റബ്ബേ. ആ എല്ലാ തെറ്റുകളും എന്നോട് പൊറുക്കേണമേ. ഇത് പറയുന്നത് ആരാണ്? സയ്യിദുൽ അംബിയാ വൽ മുർസലീൻ, മഅസൂമായ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സുജൂദിൽ ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് ചൊല്ലിയ ദുആ ആയിക്കൊണ്ടാണ് ഇത് നമുക്ക് പഠിക്കപ്പെട്ടിട്ടുള്ളത്. നമ്മുടെ സുജൂദുകൾ വർദ്ധിക്കുന്ന കാലമാണ് റമദാനിന്റെ കാലം. നമ്മൾ 11 റക്അത്ത് തറാവീഹ് നമസ്കരിക്കുന്നു, 17 റക്അത്ത് നിർബന്ധ നമസ്കാരങ്ങൾ നമസ്കരിക്കുന്നു. അതിലുപരിയായി നമ്മൾ സുന്നത്തായ നമസ്കാരങ്ങളൊക്കെ നിർവഹിക്കുന്നു. ഈ സുജൂദുകളിൽ കടന്നുകൊണ്ട് ദീർഘമായി നമ്മൾ പറയണം സഹോദരങ്ങളെ, അല്ലാഹുമ്മ ഗ്ഫിർ ലീ ദൻബി ദിഖ്ഖഹു വജുല്ലഹു വഅവ്വലഹു വആഖിറഹു വഅലാനിയതഹു വസിറഹു. അല്ലാഹു ഏറെ സന്തോഷിക്കുന്ന നിമിഷമായിരിക്കും അത്. മാത്രമല്ല ഈ അടിമകളുടെ തേട്ടം അതുകൊണ്ട് തൗബ കൊണ്ട് അള്ളാഹുവിനെ സന്തോഷിപ്പിക്കാൻ അത് കാരണമായി തീരുന്നു. ഈ സാധുക്കളായ നമ്മുടെ തേട്ടം ഇതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ ജീവിതത്തിൽ ചെറുതും വലുതും രഹസ്യമായും പരസ്യമായും പറ്റിപ്പോയിട്ടുള്ള ധാരാളം തെറ്റുകൾ വന്നു പോയിട്ടുണ്ട്. റഹ്മാനെ, നിന്റെ കാരുണ്യത്താൽ നിന്റെ മഹത്വത്താൽ നീ അതെല്ലാം ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തരണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള പ്രിയപ്പെട്ടവരായിരുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾ, അടുത്ത ബന്ധുക്കൾ, ഇഷ്ടജനങ്ങൾ എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകണമേ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണമേ. ഞങ്ങൾക്കിടയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നിന്റെ എല്ലാ അനുഗ്രഹവും സൗഭാഗ്യവും അവരിൽ നീ ചൊരിഞ്ഞു കൊടുക്കണമേ. ഞങ്ങളുടെ ഇണകളിലൂടെ മക്കളിലൂടെ ഞങ്ങളുടെ കണ്ണുകളെ നീ കുളിർപ്പിക്കണമേ. ഞങ്ങൾക്കിടയിൽ രോഗികൾക്ക് ശിഫയും ശമനവും നൽകണമേ. ഞങ്ങൾക്കിടയിൽ മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും മറ്റു പല നിലക്കും പല വിധത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. റഹ്മാനെ, അവരുടെ എല്ലാവരുടെയും പ്രയാസങ്ങളിൽ നിന്ന് അവരെ നീ കരകയറ്റണമേ. ജീവിതത്തിൽ സൗഖ്യവും സൗഭാഗ്യവും അവർക്ക് നീ നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ.